ഒരു ബ്ലൂ കളേർഡ് സൊല്യൂഷനാണ് കോപ്പർ സൾഫേറ്റ്. ആ കോപ്പർ സൾഫേറ്റിലേക്ക് മഗ്നീഷ്യം മെറ്റൽ പീസ് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കും. റിയാക്ഷൻ നടന്നിട്ട് മഗ്നീഷ്യം സൾഫേറ്റും കോപ്പറുമായിട്ട് മാറും. ദാറ്റ് മീൻസ് ഹൈലി റിയാക്റ്റീവായിട്ടുള്ള ഈ മഗ്നീഷ്യം അതിനേക്കാൾ ലെസ് റിയാക്റ്റീവായിട്ടുള്ള കോപ്പറിനെ അതിൻ്റെ സോൾട്ട് സൊല്യൂഷന് റീപ്ലേസ് ചെയ്തു എന്നർത്ഥം. അതാണ് ആ റിയാക്ഷൻ എഴുതിയിട്ടുള്ളത്. നോക്ക്, മഗ്നീഷ്യം കോപ്പർ സൾഫേറ്റിലേക്ക് ആഡ് ചെയ്തപ്പോൾ കോപ്പർ സൾഫേറ്റ് എന്തായിട്ട് മാറി? മഗ്നീഷ്യം സൾഫേറ്റ് ആയിട്ട് മാറുകയും ഈ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മഗ്നീഷ്യം ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള കോപ്പറിനെ റീപ്ലേസ് ചെയ്യുകയും ചെയ്തു. ക്ലിയർ? അപ്പോൾ നമുക്ക് ഈ മഗ്നീഷ്യത്തെ മോർ റിയാക്റ്റീവ് മെറ്റൽ എന്നവിടെ അടയാളപ്പെടുത്താം. ഇനി നമ്മൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇലക്ട്രോണുകളുടെ കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയാണ് നടന്നത് എന്ന് നോക്കാം. മഗ്നീഷ്യത്തിൽ എത്ര പ്രോട്ടോൺ ആണോ ഉള്ളത് അതേ നമ്പർ ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചാർജ് ന്യൂട്രലൈസേഷൻ വഴി അത് സീറോയിലായിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉണ്ടാവുക, ഓക്സീകരണാവസ്ഥ. ക്ലിയർ? ഇനി കോപ്പർ, ഇവിടെ കോപ്പർ സൾഫേറ്റിൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. 2 ഇലക്ട്രോണിനെ കൊടുത്തിട്ടാണ് SO4 2- അത് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ കോപ്പർ +2ലും സൾഫേറ്റ് അയോൺ 2- ഉള്ളത്. അതേപോലെ തന്നെ മഗ്നീഷ്യം +2ലാണ്, എന്ന് വെച്ചാൽ 2 ഇലക്ട്രോൺ അയാൾ കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. SO4 2- ഉള്ളത്. ഇവിടെ കോപ്പറിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അതേ നമ്പർ തന്നെ ഇലക്ട്രോണും പ്രസന്റ് ആയതുകൊണ്ട് ചാർജ് ന്യൂട്രലൈസേഷൻ സംഭവിച്ച് 0-ലാണുള്ളത്. ക്ലിയർ? ഇനി നോക്കേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ മഗ്നീഷ്യത്തെ മാത്രം പുറത്തെടുത്തു. അപ്പോൾ മഗ്നീഷ്യം 0 Mg2++2 ഇലക്ട്രോൺ, ദാറ്റ് മീൻസ് ലോസിങ് ഓഫ് ഇലക്ട്രോൺ ലോസിങ് സംഭവിച്ചിട്ടുണ്ട്. ലോസിങ് ഓഫ് ഇലക്ട്രോൺ ഈസ് കൺസിഡേർഡ് ആസ് ഓക്സിഡേഷൻ. അതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും ഡിറ്റീരിയോറേഷൻ, നശീകരണത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓക്സിഡേഷൻ. നിങ്ങളിങ്ങനെ ആലോചിക്കുക, വലിയൊരു സബ്സ്റ്റൻസ് എടുത്തു, അതിൻ്റെ നശീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ വലിയ സബ്സ്റ്റൻസിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴല്ലേ, മൈക്രോ ലെവലിൽ പോകുമ്പോഴല്ലേ കെമിസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ആറ്റത്തിലെത്തി. ആറ്റം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ്, അതിന് ചുറ്റിലും ഇലക്ട്രോണുകൾ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നശീകരണം, ഡിറ്റീരിയോറേഷൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അവിടുന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതല്ലേ അതിൻ്റെ നശീകരണം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ആ സാധനത്തിനെ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. യു ഗോട്ട് ഇറ്റ്? അപ്പോൾ നമുക്ക് മഗ്നീഷ്യം ഇവിടെ 0 ഈ മഗ്നീഷ്യം സൾഫേറ്റിലേക്ക് വന്നപ്പോൾ Mg2+ ആയി. ദാറ്റ് മീൻസ് 2 ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തി. അതിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് വിളിക്കുന്നത്. അതെന്തായി? ദ സ്പീഷീസ് വിച്ച് അണ്ടർഗോസ് ഓക്സിഡേഷൻ. ഇയാൾ ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതുകൊണ്ടാണ്, ഇലക്ട്രോണിനെ ലോസ് ചെയ്തതുകൊണ്ടാണ് ആ ഇലക്ട്രോൺ ആർക്ക് കിട്ടിയത്? Cu2+ കിട്ടിയത്. ദാറ്റ് മീൻസ് Cu2+ റിഡക്ഷൻ നടക്കാൻ കാരണക്കാരനായിട്ടുള്ള സാധനം ഏതാണ്? മഗ്നീഷ്യമാണ്. അതുകൊണ്ട് ദ സ്പീഷീസ് വിച്ച് അണ്ടർഗോസ് ഓക്സിഡേഷൻ, ആരാണോ ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അയാളെയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിച്ചത്. സംഭവം സിമ്പിളാണ്. ഈ മഗ്നീഷ്യം കൊടുത്ത ഇലക്ട്രോണിനെയാണ് ആര് സ്വീകരിച്ചത്? കോപ്പർ സ്വീകരിച്ചത്. മഗ്നീഷ്യം ഇലക്ട്രോൺ ലോസ് ചെയ്തതുകൊണ്ട് അവരെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്തു എന്ന് വിളിച്ചു. ആ ഓക്സിഡേഷൻ അണ്ടർഗോ ചെയ്തതുകൊണ്ട് അയാൾ മറ്റേയാളെ റെഡ്യൂസ് ചെയ്യാൻ കാരണക്കാരനായി. അതുകൊണ്ട് അയാളെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിച്ചു. അത് കുറച്ചും കൂടി ക്ലാരിറ്റി വരാൻ ഇതും കൂടി കണ്ടാൽ മനസ്സിലാവും. ഈ Cu2+ ഈ മഗ്നീഷ്യം കൊടുത്ത 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചപ്പോൾ അത് Cu മെറ്റലായിട്ട് മാറി. ക്ലിയർ? ദാറ്റ് മീൻസ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ ഈസ് കൺസിഡേർഡ് ആസ് റിഡക്ഷൻ. ഇനി ദ സ്പീഷീസ് വിച്ച് അണ്ടർഗോസ് റിഡക്ഷൻ ആർ കോൾഡ്. ഇയാൾക്ക് ഇലക്ട്രോണ് കിട്ടിയത് എന്തുകൊണ്ടാ? മഗ്നീഷ്യത്തിന് ഇലക്ട്രോൺ ലോസ് ചെയ്തതുകൊണ്ടല്ലേ. ക്ലിയർ? മഗ്നീഷ്യം ഇലക്ട്രോൺ ലോസ് ചെയ്തത് കൊണ്ടാണ് ഇയാൾക്ക് ഇലക്ട്രോണിനെ കിട്ടിയത്. അപ്പോൾ ഇയാൾക്ക് ഇലക്ട്രോൺ കിട്ടാൻ കാരണക്കാരനായിട്ടുള്ളത് മഗ്നീഷ്യത്തിന്റെ ഇലക്ട്രോൺ ലോസിങ് അല്ലേ. അപ്പോൾ നമ്മൾ പറയും ദ സ്പീഷീസ് വിച്ച് അണ്ടർഗോസ് റിഡക്ഷൻ ആർ കോൾഡ് ഓക്സിഡൈസിങ് ഏജന്റ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓക്സിഡൈസിങ് ഏജന്റ് ഏതാ, റെഡ്യൂസിങ് ഏജന്റ് ഏതാ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റും. എങ്ങനെയെന്നറിയോ? ഈ റിയാക്ഷൻ ജസ്റ്റ് നോക്കിയാൽ മതി. ആരാണോ ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അയാൾ റെഡ്യൂസിങ് ഏജന്റും, ആരാണോ റിഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അയാൾ ഓക്സിഡൈസിങ് ഏജന്റും ആയിരിക്കും. അത് ഒന്നും കൂടി വൃത്തിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഈ റിയാക്ഷനിൽ ആരാണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്ത്? ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആള്. ആരാ ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത്? മഗ്നീഷ്യം. അയാൾ മോർ റിയാക്റ്റീവ് ആണ്. അപ്പോൾ ഇതിൽ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ക്ലിയർ? ഇതിനെ കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, ഇൻ എ റെഡോക്സ് റിയാക്ഷൻ ദ ഓക്സിഡൈസിങ് ഏജന്റ് ഈസ്, ഓക്സിഡൈസിങ് ഏജന്റ് ആരായിരിക്കും? റിഡക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആള്. ദാറ്റ് മീൻസ് ഗെറ്റ് റെഡ്യൂസ്ഡ്.
ആൻഡ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓക്സിഡേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആള് ഗെറ്റ് ഓക്സിഡൈസ്ഡ്. ക്ലിയർ?